ഹലോ, അപ്പൊ എല്ലാവർക്കും നമസ്കാരം കേട്ടാ. നമ്മൾ തമിഴ്നാട്ടിൽ പോയിട്ട് ഒരു വെഡിങ്ങിന്റെ ഡെക്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് പെട്ടച്ചക്കനാണ്. കണ്ടന്റ് ക്ഷാമം എന്നൊക്കെ പറഞ്ഞോണ്ടേ നമുക്ക് ഓഫ് സീസൺ ഇത്ര ഉള്ളൂ. തമിഴ്നാട് പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ഓർമ്മ തന്നെ അവിടുത്തെ ഫുഡാണ്. അപ്പൊ ഡെക്കോർ പരിപാടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് പരിപാടി തുടങ്ങും. പരിപാടിയോടൊക്കെ ഫുഡ് ഓപ്പൺ ആവും. ഫുഡ് കൗണ്ടർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടൈം കഴിച്ചോണ്ടിരിക്കാം. അവര് ബ്രേക്ക് ഇട്ടാലേ ഉള്ളൂ, പക്ഷെ അവര് ബ്രേക്ക് ഇടില്ല, നമ്മ ബ്രേക്ക് ഉണ്ടായിരുന്നു. അതുപോലെയാണ് പല ടൈമിലും പല ടൈപ്പ് ഫുഡുകൾ വന്നോണ്ടിരിക്കും. അപ്പൊ രാവിലെ വരെ തിന്നോണ്ടിരിക്കുക. ഒരു 1.5 വർഷം മുമ്പ് നമ്മൾ ആദ്യമായിട്ട് കല്ലക്കുറിച്ച് പോയി വർക്ക് ചെയ്യണത്. അത് അരുംബ്രോന്റെ വെഡിങ്. ഇന്നിപ്പോ ചെയ്തേക്കണ അരുംബ്രോന്റെ ബ്രദറിന്റെ വെഡിങ്. അപ്പൊ അതിനർത്ഥം എന്താ, നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ നമുക്കൊരു അസറ്റ് ആണ്. അത് ഈ കല്ലക്കുറിച്ച് മാത്രമല്ല കേട്ടോ, നമ്മ എവിടെ പരിപാടി ചെയ്ത് കഴിഞ്ഞാലും പിന്നെ അവിടെ നിന്നൊരു പരിപാടി ഉണ്ട്. അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം നമുക്ക് അസറ്റ് ആണ്. അപ്പൊ താങ്ക് യു ഫോർ ദ സപ്പോർട്ട് ആൻഡ് സ്നേഹം. അപ്പൊ നമുക്ക് ഇനി ഡെക്കോർ കഥയിലോട്ട് അടക്കാം. അപ്പൊ നമ്മുടെ 2 വണ്ടിയിലും കൂടി 3 പരിപാടിയുടെ ഫുൾ ഐറ്റംസ് കംപ്ലീറ്റ് ലോഡ് ചെയ്ത് രാത്രി 2 മണിയായി പോയി കിടന്നുറങ്ങിയിട്ട് രാവിലെ 8 മണിക്ക് പോകാനായിട്ട് വന്നപ്പോഴേക്കും ഒരു വണ്ടിയുടെ ക്ലച്ച് പൊട്ടി കിടക്കണം. എങ്ങനെ ഉണ്ട് സംഭവം? കളറായില്ലേ? വേറെ ഒന്നും നോക്കിയില്ല. അഖിൽ വണ്ടിയുടെ വണ്ടി റെന്റിനെടുത്ത് വണ്ടി കൊണ്ടൊന്ന് റീലോഡ് ചെയ്ത് 11 മണിക്ക് നമ്മൾ ഇറങ്ങി. രാത്രി 11 മണിക്ക് അവിടെ എത്തി. 450 കിലോമീറ്റർ സൈഡ് കല്ലക്കുറിച്ചി. അപ്പൊ നമ്മൾ അവിടെ എത്തി ഫുഡും കഴിച്ചിട്ടൊക്കെ ഇങ്ങനെ ചെറിയ കഥയും പറഞ്ഞോണ്ടിരിക്കുന്ന ടൈമിൽ അരുംബ്രോ നൈസായിട്ട് വന്ന് നമ്മൾ വൈകിട്ട് ഇടാൻ പറ്റിയ സ്റ്റേജ് രാവിലെ ആക്കിയാലോ 6 മണിക്ക് പരിപാടി തുടങ്ങും. ഇത്തിരി എല്ലാവരും ഹാപ്പി ആയി. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. പിള്ളേരെല്ലാം വെരി വണ്ടർഫുൾ ആയിട്ട് ഫട്ടാഫട്ട് വർക്ക് തീർത്ത് 5 മണി പരിപാടി. ഇപ്പൊ ഞാൻ പറഞ്ഞു പോയി കിടന്ന് എല്ലാവരും ഇപ്പൊ വൈകിട്ട് എണീറ്റാൽ മതി, 3 മണിയാകുമ്പോൾ അടുത്ത സ്റ്റേജ് ഇടാന്ന് പറഞ്ഞു. പക്ഷെ ഉണ്ടാ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു അവിടെ, ചെറിയ പിള്ളേര്. ഉമ്മാരുടെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാർ ഉറങ്ങുന്ന ടൈമിൽ പോയിട്ട് ബെല്ലടിക്കും. കുറെ അങ്ങോട്ട് ബെല്ലടിച്ചിട്ട് ഉമ്മാരെ എണീറ്റ് നോക്കുമ്പോൾ ആളെ കാണൂല. ഇത് തന്നെ പരിപാടി. പാവന്മാരെല്ലാം ഉറക്കവും പോയി. അയ്യോ, ഞങ്ങളുടെ അത് പറഞ്ഞ സ്റ്റേജ് ഡെക്കോറിന്റെ കാര്യം പറയാൻ മറന്നുപോയി. പിന്നെ അത് ഇതാണ് നമ്മളുടെ ഫസ്റ്റ് റിസപ്ഷൻ ആയിട്ട് ചെയ്ത ഡെക്കോർ. എല്ലാരും വാവ് അടിച്ച് അമ്പോ എന്നുള്ള മൂഡിൽ നിക്കണേണ്ടാ. അങ്ങനെ വൈകിട്ടായപ്പോ നമ്മ മേളിലൊക്കെ ചെന്ന് എല്ലാവരും കൂടി കഥയൊക്കെ പറഞ്ഞിട്ട് ചില്ലായിട്ടിരിക്കുന്ന ടൈമിൽ അവർ വീണ്ടും വിളിച്ച്, ബ്രോ നമുക്ക് അടുത്ത ചെറിയുള്ള ഡെക്കോർ ചെയ്താലോ? പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. നമ്മുടെ പിള്ളേര് ഫട്ടാഫട്ട് വർക്ക് എല്ലാം തീർത്ത് 6 മണിയായപ്പോഴേക്കും പരിപാടി സ്റ്റാർട്ട് ചെയ്ത്. 6 to 11 വരെ പരിപാടി ഉണ്ടായിരുന്നു. ഇതുപോലൊരു ചടങ്ങ് നമ്മളുടെ ഇവിടെയുള്ള വെഡിങ്ങിനൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ അരുംബ്രോനോട് ചോദിച്ചു, എന്താണ് ബ്രോ ഇതിന്റെ സെറ്റപ്പ്? ഇവളെയോ ദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമുക്ക് അതൊക്കെ പറഞ്ഞ് വീണ്ടും വൈകിട്ട് മേലിരിക്കുന്ന ടൈമിൽ അരുംബ്രോ വീണ്ടും വന്ന്, ബ്രോ 11 നമുക്ക് അടുത്ത ഡെക്കോർ ചേഞ്ച് ചെയ്താലോ? രാവിലെ 4 മണിയാകുമ്പോൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു വെഡിങ്. അപ്പൊ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നത് രാവിലെ 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വെഡിങ് ആണ് കേട്ടാ. നമ്മൾ ആദ്യത്തെ തവണ പരിപാടി ചെയ്ത് വന്നിട്ട് ചേട്ടാ പരിപാടി പിടി എന്ന് പറഞ്ഞിട്ട് പരിപാടി പിടിച്ചിട്ട് പോയൊരു പരിപാടിയാണിത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കും കല്യാണം കഴിക്കണമായിരിക്കും ആർക്കും അവിടെ വന്നൊരിക്കും റെസ്റ്റ് ഇല്ല. അങ്ങനെ 4 മണിക്ക് വെഡിങ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ നമ്മൾ എല്ലാവരും റൂമിൽ പോയി കിടത്തുറങ്ങി. 8 മണിയപ്പോൾ ഒരുത്തിന് ആഗ്രഹം പരിപാടി കണ്ടാലോന്ന്. പരിപാടി കാണാൻ ചെന്നപ്പോൾ ഒറ്റ മനുഷ്യനില്ല, ഫുൾ പാക്കപ്പ് ചെയ്ത് എല്ലാവരും പോയിട്ടുണ്ടായിട്ട് അവിടെ നിന്ന്. അങ്ങനെ കല്യാണം കഴിഞ്ഞ്. അത് വേറെ കഥയൊന്നുമില്ല, കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുള്ള തമിഴ്നാട് വെഡിങ്ങിന്റെ ചടങ്ങിനാ നമ്മുടെ കേരളത്തിൽ നിന്നൊരു ഡെക്കോർ. ഇതായിരുന്നു കൺസെപ്റ്റ്. ഇന്ന് കണ്ടുപിടിച്ചത് നമ്മളെ KD Events. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും എന്തെങ്കിലും ഇതുപോലുള്ള വീഡിയോകളായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.